തെരഞ്ഞെടുപ്പുകൾ വരുന്നു പോകുന്നു. സമീപകാലത്ത് കേരളത്തിലെ ഏറ്റവും ആപൽക്കരമായ ഒരു പ്രവണത സാമുദായിക ധ്രുവീകരണത്തിന് എല്ലാവരും മുൻകൈ എടുക്കുന്നു എന്നതാണ്. അതിപ്പോൾ മതേതര പാർട്ടിയായ CPM മുൻകൈ എടുക്കുന്നത് പോലെ തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സാമുദായിക പ്രസ്ഥാനമല്ല, സത്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മാനവിക പ്രസ്ഥാനം പോലും അതിന് മുൻകൈ എടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഈ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കി തീർക്കുന്ന ചില പ്രസ്താവനകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് സമയബന്ധിത, ഇന്ന് ഏറ്റവും പുതിയതുണ്ട്, പഴയതുണ്ട്. ആവശ്യം വരുമ്പോഴാണല്ലോ ഇത് രംഗത്ത് വരിക. ഇതിനിടയിൽ 3 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഈ മതപണ്ഡിതന്മാരുടെ വിവരക്കേട് നമ്മൾ തൽക്കാലം ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അത് ആവശ്യം പോലെ ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമാക്കുന്നതിൽ ഇസ്ലാമിക പണ്ഡിതന്മാരോളം പങ്കുവഹിക്കുന്ന മറ്റാരും ഇല്ല കേരളത്തിൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്ന നിലയിൽ ഞാനത് എല്ലായിടത്തും പറയുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും മതപണ്ഡിതന്മാരോട് പൊറുക്കാൻ പാടില്ലാത്ത 2-3 പ്രതീകങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന മുസ്ലിം ലീഗ്. ഒരുപക്ഷെ അവരുടെ പ്രത്യേകതയും അതാണ്. ഭരണഘടന വിട്ടുള്ള കളിയില്ല, അവർക്ക് തീവ്രവാദമില്ല, അവർക്ക് മതരാഷ്ട്രവാദമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന പാർട്ടിയുടെ പ്രമുഖനായൊരു നേതാവ്, ഒരുപക്ഷെ പ്രമുഖരായ നേതാക്കന്മാർ ഒച്ച വെക്കുന്നതിനേക്കാൾ, പ്രമുഖരായ നേതാക്കന്മാർ പൊതുജനങ്ങളോട് സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കുന്ന ഒരാൾ ഇപ്പോൾ യുവ നേതാവായ KM ഷാജിയാണ്. KM ഷാജിയുടെ ഇപ്പോൾ CR കണ്ടിട്ടുണ്ടാവും, രാജേന്ദ്രൻ സാർ കണ്ടിട്ടുണ്ടാവും, ഒരു കുപ്രസിദ്ധമായ പ്രസംഗം ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്നത് CPM ഏതോ ഒരു സാഹചര്യത്തിൽ കയർത്തപ്പോൾ പ്രക്ഷോഭത്തോടെ വിക്ഷുബ്ധനായി മറുപടി പറഞ്ഞതായിരിക്കാം. പക്ഷേ അത് നിലനിൽക്കുന്നുണ്ട്. അത് പുതിയ സാഹചര്യത്തിൽ കേരളത്തെ വല്ലാത്ത തരത്തിൽ പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഒന്ന്, മറ്റൊരാൾ മാന്യമായി മാത്രം മനുഷ്യരോട് സംസാരിച്ചിരുന്ന പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ പോലും, ജമാഅത്തെ ഇസ്ലാമിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിട്ടുള്ളത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം 100ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ വരെയുള്ള പോസ്റ്റിൽ ഇരുന്ന ഒരാളാണ്. അദ്ദേഹം സമീപകാലത്ത് നടത്തിയ സ്റ്റേറ്റ്മെന്റ്, ഷാജിയുടെ കുറച്ച് പഴക്കമുള്ളതാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് സാഹിബിൻ്റെത് ഏറ്റവും പുതിയതാണ്. അദ്ദേഹം ചോദിക്കുന്നത്, മതരാഷ്ട്രവാദം ഇന്ത്യക്ക് ആപത്താണെന്ന് എല്ലാവരും പരക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇദ്ദേഹം ചോദിക്കുന്നത്, ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അംഗീകരിക്കാത്തവൻ എങ്ങനെ സത്യവിശ്വാസിയാകും എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ സംഘടനയുടെ അമീർ മുജീബ് റഹ്മാനും ഒക്കെ കഷ്ടപ്പെട്ട് മതരാഷ്ട്രവാദത്തെ ഞങ്ങളുടെ ആചാര്യനായ മൗലാന മൗദൂദി പറഞ്ഞാൽ പോലും ഇന്ന് ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് പറയുന്ന കാലത്താണ്. മതരാഷ്ട്രവാദം ഇനി പ്രസക്തമല്ല എന്ന് അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്ന കാലത്താണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നത്, മതരാഷ്ട്രവാദത്തെ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അംഗീകരിക്കാത്തവൻ എങ്ങനെ സത്യവിശ്വാസിയാകും. മൂന്നാമതൊരാളെ കൂടി പരാമർശിക്കേണ്ടതുണ്ട്. ഈ രണ്ടു കൂട്ടരെക്കാളും ഒരു പക്ഷേ പലപ്പോഴും കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ വലിയ പങ്കുവഹിച്ചൊരു മൂവ്മെന്റാണ് MES. ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ സാറിന്റെ പ്രസ്ഥാനം. ഇന്ന് അതിനെ നയിക്കുന്നത് ഡോക്ടർ ഫസൽ ഗഫൂറാണ്. ഫസൽ ഗഫൂർ പലപ്പോഴും പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മുസ്ലിം വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരു പ്രത്യേക സന്ദർഭത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സെമിനാർ നടത്തിയ പ്രസംഗം ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റും. എവിടെ? നിങ്ങൾക്ക് ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഇല്ലാത്ത ലീഡർഷിപ്പാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാരെ പഠിപ്പിക്കുന്നു ഇദ്ദേഹം. ഈ 3 പ്രസംഗങ്ങൾ നമ്മുടേതുപോലെ അങ്ങേയറ്റം സാമുദായിക ധ്രുവീകരണത്തിന്റെ അപകടം ഇന്ത്യയിലാകെ മുഴങ്ങുന്ന കാലത്ത്, അത് കേരളത്തെ പോലും ബാധിക്കുന്ന കാലത്ത്, കൃത്യമായ 3 പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരാൾ വിദ്യാഭ്യാസ രംഗത്താണ്, ഒരാൾ ഈ ഇസ്ലാമിക പ്രബോധന രംഗത്താണ്, മറ്റൊരാൾ രാഷ്ട്രീയ രംഗത്താണ്. ഈ 3 നേതാക്കൾ കേരളത്തോടും ഇന്ത്യയോടും ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് ഇന്ത്യക്കോ നമ്മുടെ കാലഘട്ടത്തിനോ ജനാധിപത്യത്തിനോ മുസ്ലിം സമുദായത്തിനോ ഗുണം ചെയ്യുമോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും മുതിർന്ന മാധ്യമപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകർ എന്ന നിലയിലൊക്കെ CRന്റെ വാക്കുകൾക്ക്, രാജേന്ദ്രൻ പന്തളത്തിന്റെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉൾപ്പെടെ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. CR എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മൾ കുറേ ദിവസങ്ങളായി വെള്ളാപ്പള്ളി നടേശനെതിരായി, സജി ചെറിയാനെതിരായി, AK ബാലനെതിരായി ഇവരൊക്കെ നടത്തുന്ന വർഗീയ വിഷ
പ്രസ്താവനകൾക്കെതിരായി ശക്തമായി പ്രതികരിച്ച ആളുകളാണ്. ഒരു സംശയവും വേണ്ട, അവർക്ക് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞ ഈ മൂന്ന് പ്രസ്താവനകൾ. ഒരുപക്ഷെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിരിക്കാം ചിലതൊക്കെ. പക്ഷെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഷാജി കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്, MLA ആയിരുന്നു. അതിലൊരു നല്ല പ്രാസംഗികനാണ്. പൊതുവെ ഷാജി അതിനകത്ത് തന്നെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ എതിരായി നിലപാടെടുക്കുന്ന ഒരാളാണ്. അർത്ഥത്തിൽ ഒരു നിലപാടെടുക്കുന്ന ആളാണ്. മതരാഷ്ട്രവാദം അതിനൊക്കെ എതിരായി നിലപാടെടുക്കുന്ന ആളാണ്. പക്ഷേ ഷാഫിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ആ പ്രസ്താവന ഒരുപക്ഷെ CPM-നെതിരാവാം, വേറെ ആർക്കെതിരാവാം, RSS-നെതിരാവാം, എന്തു വേണേ ആയിക്കോട്ടെ. മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾക്ക് ഭരണമില്ലാതിരുന്നു, ഇനി വരുന്ന ഭരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് എന്ന് പറയുക. ചങ്കിലെ ചോരയുള്ള കാലത്തോളം ഒരു കാലത്തും ഷാജിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നല്ല, ഞാൻ ഏറ്റവും ഉത്തരവാദിത്ത രാഷ്ട്രീയ നേതാക്കളെ കാണാം, തീർച്ചയായും. അതുകൊണ്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരു കാരണവശാലും അത് വരാൻ പാടില്ല. അത് വന്നത് തെറ്റ് തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ പ്രസ്താവനകളെ സഹായിക്കുന്നതുമാണ്. അന്തിമമായി CPM-നും ലീഗിനും UDF-നും ഒന്നുമല്ല ഗുണം. ഇതിന്റെ ഗുണം അന്തിമമായി സംഘപരിവാറിനാണ്. കാരണം ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ സുഖമായിട്ട് ഈ സാധനം എടുക്കാൻ കാണിച്ചാൽ മതി. ഷാജിയുടെ പ്രസ്താവന മാത്രം. രണ്ടാമത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. ഷെയ്ഖ് മുഹമ്മദ് ഇപ്പോൾ ഇതിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആരാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് എന്താ പൊസിഷൻ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായ വെൽഫെയർ പാർട്ടിയും സോളിഡാരിറ്റി അടക്കമുള്ള ആളുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ AP പറഞ്ഞ കാര്യമാണ്. മൗദൂദിയുടെ ഒരു കാലഘട്ടത്തിൽ വന്നൊരു കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമി ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി, കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും ജമാഅത്ത് ഇസ്ലാമി, ഞങ്ങൾ മതരാഷ്ട്രവാദത്തെ 100% തള്ളിക്കളയുന്നു. മൗദൂദിയുടെ കാലത്തുണ്ടായ ഒരു സംഗതിയാണ്. ഇന്ന് മൗദൂദി പറഞ്ഞാലും അതാണല്ലോ ആ സ്റ്റേറ്റ്മെന്റ്, മുജിബുർ റഹ്മാന്റെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഒരു തള്ളിപ്പറയുകയും അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കാൻ CPM അടക്കം CPM-ഉം BJP-യും ഒരേപോലെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു ആചാര്യൻ എന്ന് തന്നെ പറയാവുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, നല്ല മനുഷ്യനാണ്, എനിക്ക് നല്ല പരിചയമുണ്ട് വ്യക്തിപരമായി, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനവസരത്തിൽ ഒരു പ്രസ്താവന. അപ്പോൾ മുജിബുർ റഹ്മാൻ പറഞ്ഞതാണോ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞതാണോ ജമാഅത്ത് ഇസ്ലാമിയുടെ നയം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായും വരും. അത് ജമാഅത്ത് ഇസ്ലാമി ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. അതെ, അടിയന്തരമായി. അതിന് വേറെ ഒരു വ്യാഖ്യാനത്തിനും അർത്ഥമില്ല. പല വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്, ഒരു വ്യാഖ്യാനത്തിനും അർത്ഥമില്ല. അത് വളരെ അപകടം പിടിച്ചൊരു പ്രസ്താവനയാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുള്ളതിനേക്കാൾ കൂടുതൽ സമൂഹത്തിലാകെ വർഗീയ വിഭജനത്തിനുള്ള സംഗതിയാണ്. മൂന്നാമത് ഫസൽ ഗഫൂറാണ്. ഈ പറഞ്ഞതുപോലെ വളരെ മിതഭാഷിയായ അല്ലെങ്കിൽ മിതവാദിയായ ഒരാളാണ് ഫസൽ ഗഫൂർ എന്നാണ് കേരളം മുഴുവൻ അറിയപ്പെടുന്നത്. അദ്ദേഹം ഇടതുപക്ഷത്തിനോടും UDF-നോടും ഏതാണ്ട് ഒരേപോലെ തുല്യമായ അകലം പാലിച്ചുകൊണ്ടും പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ഫസൽ ഗഫൂർ ഏതോ ഒരു മണ്ഡലത്തിൽ പൊന്നാനിയോറ്റോ വരാൻ ഒക്കെയുള്ള പരിഗണിക്കപ്പെട്ടിരുന്നു എന്ന് വരെ കേട്ടിരുന്നു. ഇടതുപക്ഷം ആവട്ടെ, UDF ആവട്ടെ, LDF ആവട്ടെ, അവിടെ ഈ മെസ്സേജ്, ഈ പറഞ്ഞ മെസ്സേജ് പഴയതായിരിക്കാം. പക്ഷെ പഴയതാണെങ്കിൽ പോലും SDPI-യുടെ വേദിയിൽ പോയി അങ്ങനെ ഒരു വർത്തമാനം പറയുക എന്നുള്ളത് വളരെ അപകടം പിടിച്ചൊരു കാര്യം. അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ പോയി അങ്ങനെ ഒരു അഭിപ്രായം പറയുക മാത്രമല്ല, അഭിപ്രായം പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ പോണത് തന്നെ ശരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമത് അവിടെ പോയാൽ പറയേണ്ട അഭിപ്രായം എന്താ? അവരെ കറക്റ്റ് ചെയ്യല്ലേ വേണ്ടേ? അവരെ കറക്റ്റ് ചെയ്യുന്നതിന് പകരം അതിൽ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഈ വർഗീയ വിഭജനം ഉണ്ടാകരുത് എന്നാണ് ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കളും സാധാരണ ക്രിസ്ത്യാനികളും സാധാരണ മുസ്ലിങ്ങളും വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ സമാധാനപരമായി ജീവിച്ചു പോകണം മനുഷ്യൻ. അപ്പോൾ വർഗീയ വിഭജനം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും എതിരായിട്ടുള്ളതാണ് ഈ 3 സ്റ്റേറ്റ്മെന്റ് തന്നെ ഞാൻ കാണുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ ഇപ്പോൾ കഴിഞ്ഞു പോയത് ഒരു പക്ഷേ അദ്ദേഹം പറയുമായിരിക്കും 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞതാണ് ആയിരിക്കാം, ഫസൽ ഗഫൂറിന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഷെയ്ഖ് മുഹമ്മദിന്റെ അതല്ലല്ലോ, അല്ല, ഷെയ്ഖ് മുഹമ്മദിന്റെ കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ ഇനി ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഫസൽ ഗഫൂർ, ഇവർ 3 പേരും ഈ ലോകത്തോട് വന്നിട്ട് അന്ന് പറ്റിയത് തെറ്റാണെന്ന് പറയണം. തെറ്റാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതല്ല എൻ്റെ നിലപാട് എന്ന് പറയണം. എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ മറ്റ് ഇതിന് വെള്ളം മറ്റേ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ എന്ന പണിയാണ് വർഗീയ വിഭജനത്തിന് കേരളത്തിൽ ചെയ്യുന്നത്. അത് കേരളത്തിനും ഇന്ത്യക്കും, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു അന്തരീക്ഷത്തിൽ ആ അർത്ഥത്തിൽ ഇപ്പോൾ മതേതരമായി നിൽക്കുന്ന എല്ലാ കക്ഷികൾക്കും, അതിപ്പോൾ ലീഗിനോ കോൺഗ്രസിനോ മാത്രമല്ല, CPM-നോ മാത്രമല്ല, എല്ലാവർക്കും മതേതരമായി ചിന്തിക്കുന്ന
സ്വതന്ത്രമായി ചിന്തിക്കുന്ന എല്ലാവർക്കും എതിരാണ്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള പ്രൊവോക്കേറ്റീവായുള്ള സ്റ്റേറ്റ്മെൻറ്റും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർ വരാൻ പാടില്ല. തീർച്ചയായിട്ടും. സാർ എങ്ങനെ കാണുന്നു? നമ്മുടെ വാസ്തവത്തിൽ നമുക്ക് അടിമുടി തെറ്റിയിരിക്കുക. നമ്മുടെ സാമൂഹിക ദർശനം തന്നെ അപ്പടി തെറ്റാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം ഇത് രണ്ടുമേ ഉള്ളൂ. വേറെ ആരും ന്യൂനപക്ഷമല്ലേ? നമ്മുടെ ഇവിടെയുള്ള അതിന്യൂനപക്ഷമായിട്ടുള്ള സിഖുകാർ, അതിന്യൂനപക്ഷമായിട്ടുള്ള ജൈനമതക്കാർ, അതിന്യൂനപക്ഷമായിട്ടുള്ള ബുദ്ധമതക്കാർ, അതുപോലെ അഹമ്മദീയ വിഭാഗം മുസ്ലിങ്ങൾ അവർ അല്ലെന്ന് പറയുന്നുണ്ട്, സുന്നി അല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ബംഗ്ലാദേശിൽ അതിന് പ്രക്ഷോഭം നടത്തും. അതുപോലെ തന്നെ ബോറ വിഭാഗത്തിൽപ്പെട്ടവരില്ലേ സാറേ, ബഹാബുദ്ദീൻ്റെ അനുയായികളില്ലേ, അവരെന്താ പറയുക, ന്യൂനപക്ഷങ്ങളാണ്. അവർക്കെല്ലാം അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ ന്യൂനപക്ഷാവകാശം എന്ന് പറയുന്നത്. എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ട് സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തും നേടാമെന്നുള്ള അഹങ്കാരമല്ല ന്യൂനപക്ഷാവകാശം എന്ന് പറയുന്നത്. നമ്മൾക്ക് അതുകൊണ്ട് വിലപേശി വാങ്ങിക്കാമെന്നുള്ളതല്ല ന്യൂനപക്ഷാവകാശം. അത് സമുദായത്തിനായാലും മതത്തിനായാലും അത് അങ്ങനെയാവാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? രാഷ്ട്രീയക്കാർ, മേലാളന്മാർ ഇത് ഏറ്റെടുക്കുമ്പോൾ എണ്ണത്തിൽ കൂടുതലേറെ അവരെ മുമ്പിൽ പിടിക്കുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്നുണ്ട്. പ്രീണന തന്ത്രം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും വരുന്നത്, മതവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നത്. എനിക്ക് തോന്നുന്നില്ല KM ഷാജി എന്ന് പറയുന്ന അദ്ദേഹം ഒരു മതവെറിയനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്കുകളിൽ അത് വരാൻ പാടില്ലായിരുന്നു. വാക്കുകൾ കൊണ്ട് അങ്ങനെ നോവിക്കുന്നത് എന്തി പറഞ്ഞതുപോലെ സംഘപരിവാറിൻ്റെ ശക്തിയെയാണ്. അത് കൂട്ടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് വളരെ സെൻസിബിളായിട്ട് ചിന്തിക്കുന്ന, യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ് ഫസൽ ഗഫൂർ. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനമായിട്ടുള്ള MES കൊണ്ട് എത്ര മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരമാണ് മെച്ചപ്പെട്ടിരുന്നത്. ഇന്ന് മലപ്പുറത്തു നിന്ന് റാങ്കുകൾ വാങ്ങുന്നു, സന്തോഷമുണ്ട്. ആ ഫൈറ്റ് ചെയ്താണ് വന്നത്. മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ട എന്നുള്ള പരമ്പരാഗത ചിന്തകൾക്കെതിരെ പോരാടിക്കൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെ മലബാർ പിതാവും. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്, മനോരമയിലായിട്ട്. അവിടെയാണ് അവിടുത്തെ ബിരിയാണിയും കഴിച്ചാണ് ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹവും ഓസ്ട്രേലിയയിലോ മറ്റോ ഇദ്ദേഹം പോകാൻ നേരത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ വർത്തമാനം പറയാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അദ്ദേഹം ശരിയായ രീതിയിലുള്ള വിലയിരുത്തലുകൾ നടന്നെങ്കിൽ അദ്ദേഹം ഒരു ശശി തരൂറായിട്ട് മാറിയേനെയും. അതിന് പകരം അദ്ദേഹം ഈ സത്യാനന്തര കാലത്തിൻ്റെ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ സത്യമതത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ പ്ലൂറലിസമേ അദ്ദേഹം അടച്ചു കെട്ടുകയാണ്. നിങ്ങളുടെ മതം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ എൻ്റെ മതം സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ അവകാശമില്ല, ബുദ്ധമതക്കാരന് വിശ്വസിക്കാൻ അവകാശമില്ല. അവരുടെ അവകാശങ്ങളെ, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് പോലെ നിങ്ങൾ നിഷേധിക്കുക. അപ്പോൾ ഇവർക്കെതിരെ എല്ലാം സജി ചെറിയാൻ പറഞ്ഞപ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. AK ബാലൻ അങ്ങനെ സംസാരിച്ചപ്പോൾ നടപടിയെടുക്കണം തീർച്ചയായിട്ടും. അതുപോലെ ഇവർക്കെതിരെയും ഫസൽ ഗഫൂറിനെതിരെ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെതിരെ, അതുപോലെ തന്നെ KM ഷാജിക്കെതിരെ മുസ്ലിം ലീഗും. മുസ്ലിം ശരിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. VM സുധീരനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, മുസ്ലിം ലീഗിനെ നിങ്ങൾ എന്തിനാണ് കൂട്ടുകെട്ടുന്നത്? അപ്പം VM സുധീരൻ പറഞ്ഞു, മുസ്ലിം ലീഗിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ആ പ്രസക്തി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, മുസ്ലിം തീവ്രവാദികൾ വളരാതിരിക്കാൻ ഒരു പരിധിവരെ മുസ്ലിം ലീഗ് ആവശ്യമാണ്. പക്ഷേ ഇപ്പം മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്താ? ഈ തീവ്രവാദി സംഘടനകളുമായിട്ട് പോലും കൂട്ടുപിടിക്കുന്നു. അവിടെ ഒരു വലിയ അപകടം മാത്രമല്ല, ഇപ്പോൾ ഇത്തരം പ്രസ്താവനകളിലൂടെ താരതമ്യേന സ്വീകാര്യത നേടിയ സംഘടനകൾ പോലും തീവ്രവാദികളാണോ എന്ന് ചിന്തിക്കാനും അത്തരത്തിൽ വ്യാഖ്യാനിക്കാനും അവസരം കൊടുക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. ഒന്ന്, ബന്ധപ്പെട്ട ഇവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ ഏതാണോ അവർ ക്ലാരിഫൈ ചെയ്യണം. ഇത് ഞങ്ങളുടേതല്ല ഈ പ്രസ്താവന. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പ്രസ്താവന, KM ഷാജിയുടെ പ്രസ്താവന, MESന്റെ പ്രസിഡന്റ് തന്നെയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. അതിന് സാധ്യമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘടന ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണെങ്കിലും ഇന്ന് ആ പ്രസ്താവന നിലനിൽക്കുന്നില്ല, അത് ഞങ്ങളുടേതല്ല എന്ന് അവർ ക്ലാരിഫൈ ചെയ്യണം. രണ്ട്, ഈ 3 പേരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് CR പറഞ്ഞത്. ഈ 3 പേരും വന്ന് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്വന്തം സമുദായത്തിനും ഇപ്പോൾ അവർ ജീവിക്കുന്ന സമൂഹത്തിനും പുതിയ കാലത്തെ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയക്കും വലിയ അപകടം വരുന്നതുകൊണ്ട് ഞങ്ങളിതാ മാപ്പ് പറയുന്നു, ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് പറയുന്നു എന്ന് 3 പേരും പറയേണ്ട ഒരു ഘട്ടമാണുള്ളത്. അതുകൊണ്ട് ഇത്രയുമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ. അതിലപ്പുറം ജനാധിപത്യത്തെ നിരീക്ഷിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യാനാണ്? തീർച്ചയായിട്ടും ഈ പ്രസ്താവനകൾ എത്തേണ്ടടുത്ത് എത്തട്ടെ, കേൾക്കേണ്ടവർ കേൾക്കട്ടെ.
ആവശ്യമായ നടപടികൾ എടുക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.